ക്രിസ്മസിന് നാട്ടിലേക്കുള്ള പോക്കട്ടാ. അപ്പോൾ ട്രെയിനും ബസ്സും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവസാനം വന്ദേ ഭാരതിലാണ് ടിക്കറ്റ് കിട്ടിയത്. എന്താ വന്ദേ ഭാരത് എൻ്റെ ഡോറും തുറന്നിട്ടില്ലേ തോന്നുന്നു. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. ഇതിൻ്റെ കോച്ച് നമ്പറൊക്കെ എവിടെ എഴുതിയെന്നൊരു പിടിയില്ലല്ലോ. ഇത് കഴിഞ്ഞ വിചാരിച്ചത്ര നീളല്ല കേട്ടോ. ഇതെങ്ങനെയാന്ന് അറിയാം. ഇതിൻ്റെ കോച്ച് നമ്പറൊക്കെ ഫോണിൻ്റെ തൊട്ട് മുമ്പ് ഡിസ്പ്ലേ വരുന്ന പറഞ്ഞു. ഇവിടെ മിക്കവാറും ഡിസ്പ്ലേ വരാം. ചെന്നൈയിൽ നിന്ന് 4:30ക്കാണ് ട്രെയിൻ. പുലർച്ചെ 4:30 കിട്ടാൻ. തൃശ്ശൂർ 1:30 ആകുമ്പോൾ. ഇതിനുള്ള ഫുഡ് വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണമെന്നൊക്കെ തോന്നട്ടെ എനിക്ക്. നമ്മുടെ സാധാരണ അതുപോലെ ചായ എന്നൊന്നും വരുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ടൊരു കരുതലിൻ്റെ എടുത്ത് വയ്ക്കാം. ഡിസ്പ്ലേ ഒന്നുണ്ടാ. C1 ആണ് നമ്മുടെ. C1 ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. Remember to take all your belongings with you. അപ്പോൾ നമ്മൾ വന്ദേ ഭാരതൊക്കെ കയറി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ആഘോഷത്തിനാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രാവശ്യത്തെ മെയിൻ പരിപാടി മന്തി ഉണ്ടാക്കലാണ്. വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇന്ന് അവധി കൊടുത്തിട്ട് ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ്. ഉണ്ണിയാണ് മെയിനായിട്ട് മന്തി ഉണ്ടാക്കുന്ന ആൾ. ഞാനിങ്ങനെ സൈഡിൽ നിന്നിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറയുന്ന ആളാണ്. ഉണ്ണിയാണ് പാചകക്കാരൻ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. മസാല, ചിക്കൻ. എന്ത് മന്തിയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? യമനി മന്തി, ഒത്തന്റിക് മന്തി. റെഡി ആയിരുന്നോ? നല്ല മതി. ഞാൻ സ്പീഡ് കൂട്ടാ എഡിറ്റിംഗിൽ. മതി, ഷോർട്സ് ആക്കണ പോലെ മതി. ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ബിരിയാണിയാണ്. ബിരിയാണി അല്ല, മന്തി. അപ്പൊ അതില് ഇടയ്ക്കും തലയ്ക്കും സ്പൂണും പാത്രമൊക്കെ ആയിട്ട് സൈഡിലൊക്കെ വന്നും പലരും നിൽക്കും.
പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആണുങ്ങൾ ചെയ്യണ മന്തിയാണ്. അല്ല, അല്ലെങ്കിൽ നീ വല്ലാണ്ട് അങ്ങോട്ട് ക്രെഡിറ്റ് എടുത്തോണ്ട് വെറുതെ. നമ്മൾ വളരെ നാടൻ രീതിയിൽ, നാടൻ അടുപ്പിൽ, നാടൻ ചകിരിയും നാടൻ ഓലയൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള പാചകമാണ്. വളരെ ജൈവമായിട്ടുള്ള, വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു പാചകമാണ്. മതി. എടുക്കണ്ട്. വേണ്ട, തുടങ്ങല്ലേ? ശരിയായിട്ട് കേട്ടോ. എന്റെ ഒച്ച കേൾക്കണം ടൈല്, അത് എഡിറ്റ് ചെയ്ത് കളയല്ലേ. ഞങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്യാൻ പോണേ. പേപ്പർ മുതി ഇത് മേടിച്ചു. ഞാൻ വീണ്ടും വീണ്ടും പറയണേ, ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. പഠിക്കാൻ വേണ്ടി സൈഡിൽ നിർത്തിയതാണ്. മതി. ലൈവായിട്ട് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നെറ്റ് കട്ടായ മന്തി ഇവിടെ സ്റ്റോപ്പ് ആവും. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അറിയാം. നെറ്റ് ചിലപ്പോൾ വേണ്ടി വരുന്നു. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ളത് മറ്റേ ചെറുനാരങ്ങ ഉണക്കിയത്, ബേ ലീഫ്, പിന്നെ മുഴുമല്ലി, ജീരകം, പട്ട, കുരുമുളക്, കരിയാമ്പു, ഏലക്ക. കുറച്ച് കഴിഞ്ഞാൽ സിമ്മിലാണ് കേട്ടോ. നമ്മുടെ ഇനി അരി ഇടാൻ പോവാ കേട്ടോ. അരമണിക്കൂർ കുതിർത്തി വെച്ച അരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അവിടെ നല്ല വലിയ അരി, നമ്മുടെ ഇത്തിരി ചെറിയ അരി പോലെ അല്ലേ? ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ. ഇനി മൂടാണ്. ഇനി ഫോർക്ക് വേണം. ഉപ്പ് മറ്റേ മസാലയിൽ ഇട്ടുണ്ട്. ഇതിലങ്ങനെ ഉപ്പിടൊന്നും കണ്ടില്ല. ഇടണോ? ആണോ? ഇടാം. കുറച്ച് ഉപ്പ് ഇടാം. നല്ല 1.5 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. അത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അല്ല, മറ്റേ ചിക്കനിന്റെ മസാലയിൽ കൂടെ ഉപ്പിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പെടുത്തോ. ഇതൊന്നുണ്ടേ ഉപ്പിടാ. ഉപ്പിന്റെ കണക്ക് മാത്രം ഒന്ന് പറഞ്ഞുതരാൻ വന്നേ. വായോ, ക്രെഡിറ്റ് വെക്കാം. വായോ. ഉപ്പൊന്നിട്ടെ. ഉപ്പ് ഇനി ഉപ്പ് കൂടി എല്ലാരും കാണുന്നില്ലേ? ഒരു മിനിറ്റ്, ഇതിന് ഉപ്പില്ല. വലിയ പരങ്ങി വെള്ളം നല്ല അളവ് കൊണ്ടുവരണേ. അതൊക്കെ പോരെ. ഉപ്പിന്റെ കാര്യം മാത്രം നമ്മുടെ വീഡിയോയിൽ പറയുന്നില്ലേ. അപ്പൊ അതിന്റെ ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മള് പുറത്തുനിന്ന് ഒരു കൺസൾട്ടന്റിനെ വിളിച്ചിട്ടുണ്ട്. ഉപ്പിന് മാത്രം. അതിന്റെ ഇടയിൽ വെളുത്തുള്ളി എടുത്തു പറയപ്പെടുന്നു. അരിക്കും കൂടി ഉള്ള ഉപ്പല്ലേ? ചിക്കനുള്ള ഉപ്പായില്ല. അടുത്ത പ്രാവശ്യം ഉപ്പും നമ്മളിടും. ഓക്കെ. ആ, പ്രാവശ്യം ഒരു മിനിറ്റ്, ഒന്നുകൂടി ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. തോന്നില്ലേ?
അത് ചിക്കന്റെ ഇതങ്ങോട്ട് ഇറങ്ങണം. ഉപ്പുമാവിന്റെ മണക്ക് വരും. അവസാനം ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ദമ്മ് പൊട്ടിക്കുമ്പോ അപ്പോഴാണ് ശരിക്കുള്ള മണം വരിക. ഓയില് പൊട്ടിക്കുമ്പോ ഫോയിൽ പൊട്ടിക്കുമ്പോ. മൂടാ. ഇനി എല്ലാവരും മാറി നിൽക്കൂ. ഫ്രെയിമിൽ ഗേൾസ് ഒക്കെ മാറി ഞാൻ പിടിക്കാം. ചിക്കനിൽ ഉപ്പില്ലേ? ചിക്കനെ ഞാൻ നോക്കിയിട്ടിട. ഈ കയ്യിലൂടെ വെച്ചിട്ടുണ്ട്. ചൂടുണ്ടാവും കേട്ടോ. ഇത് നല്ല കട്ടി കുറഞ്ഞ പോലത്തെ ഫോയിലോ. അത് നമ്മള് ഫോയിലിന്റെ ഒരു കവറിങ് കൊടുത്ത് ഇതിന്റെ മുകളിലാണ് ചിക്കൻ ഇങ്ങനെ നിരത്തി വെക്കുന്നത്. ഇനി ഹോൾ ഇടണം. അതിന് മുകളിൽ ഹോൾ ഇടണം. പതുക്കെ വെക്കിട്ടാ സാധനം പൊട്ടി പോലെ വിളിക്കും. അയ്യോ പണിപാളി. പുഴുങ്ങണ്ട് വരുമോ? നമുക്ക് എടുത്തോട്ട് കൊടുക്കാം. ചിക്കൻ എടുത്താൽ മതി. ചോറ് വെന്തിട്ടില്ല, അരി വെന്ത. അയ്യോ ഒരു കുഞ്ഞൊരു അബദ്ധം പറ്റി. താന്ന് പോയി പൊത്തായി. ആ നീ വീണ്ടും 2 ലെയർ ഇട്ടാലോ? പറ്റില്ലേ? 3 ലെയർ ഇട്ടു. ഒരു 6 ഇടേണ്ടി വരൂലേ? ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഫോയില് വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഫോയിലായിരുന്നു. അതാണ് പക്ഷെ ഇതൊന്നും മന്തിയുടെ ടേസ്റ്റിന് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ലടാ. മന്തി സൂപ്പറാവും. ചെറുതല്ല മറ്റേ അതിന്റെ പിന്നെ അതിന്റെ ജ്യൂസ് ഇറങ്ങല്ലേ വേണ്ടോ? അപ്പൊ അത് സെറ്റ് ആവുന്നെനിക്ക് തോന്നുന്നു. ഇതിനാട്ടി കുറച്ചുകൂടി വലിയ പാത്രം കൂടില്ല. നമ്മള് വെച്ചു നോക്കണോ? ഇത്ര വലിയ പാത്രം ഇനി അതിന്റെ മുകളില് ആ നെറ്റിന്റെ സാധനം വെക്കും. ചിക്കൻ വെക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് നിന്നോളൂ. അത് വെച്ചോ? വെയിറ്റ് വെച്ചില്ല അല്ലെ? അപ്പൊ മതി മതി. അതിന് ചിക്കൻ ഇട് വേഗം. അങ്ങനെ തന്നെയല്ലേ പരിപാടി? അപ്പൊ വേഗം ഇട്ടോ. അല്ലെങ്കിൽ ആ പ്രഷർ കൊണ്ട് അത് പൊങ്ങും. ആ 2 പാത്രങ്ങൾ വേഗം വേഗം ഇട്ടോ. ഓക്കെ, അത് തന്നെ പരിപാടി. ഇനി കുഴപ്പമില്ലെങ്കിലോ കവർ ചെയ്താ പോരെ. അപ്പൊ ഇതിലേ ഫുള്ള് കൊള്ളില്ല. സെറ്റല്ലേ? ഇപ്പൊ കൊള്ളില്ല. ഒരു വലിയ വീറുള്ള ബോയ്സ് ടീം. എമ്മില് പിന്നെ കുഴപ്പമില്ല. വലിയൊരു ബോയ് ഉണ്ട് ഇവിടെ. ആ ബോയിയാണ് പ്രശ്നം. ഇവിടെ ഇട്ടോ. അത് കത്തിച്ചിട്ട് നോക്കിയ തീപ്പെട്ടി ഇവിടെ റീക്രിയേറ്റ് ചെയ്യാം. ബാധിക്കും. നമ്മുടെ കോഴി എങ്ങനെയല്ലേ പിന്നാലെ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സാധനം രുചികരമായ യമനി മന്തിയായിട്ട് മാറും. മാറില്ലേ? ഇപ്പൊ 11 മണി മാറണ്ടായിരുന്നു. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. 45 മിനിറ്റ്. ഇതാണ് നമ്മുടെ ഫിറോസ്ക. അല്ല മാസ്റ്റർ. ഇതെവിടെ ഇതിന്റെ ഇത് കാണാൻ വേണ്ടി ഒത്തുകൂടിയ ജനക്കൂട്ടാണത്. ഇല മുറിക്കാൻ പോലെ. ലിബേ, ഞങ്ങൾ ഇല മുറിച്ച് വരാം. ആ തീയൊന്ന് നോക്കട്ടെ. നിന്നെ കാണിക്കാം. നിന്റെ വീഡിയോയില് നിന്റെ തമ്പനയിൽ നീയാണ് പോരെ. ഓക്കെ, ആ തീയൊന്ന് നോക്കട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ, ബൈ. ഇത് മുന്നോട്ട് കിട്ടിയാലോ? കുഞ്ഞല
നമ്മുടെ മന്തി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോ ഷൂട്ടിന് പോയതാണ്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ഓക്കെ, ഇതാണ് തമ്പനയിൽ കേട്ടോ. കാണണല്ലോ കേട്ടോ. മന്തിയുടെ ആണോ സ്മോക്കിന്റെ ആണോ മണം? ഇപ്പൊ നോക്കണ്ട, പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വേറെ ലെവലാവും. ചിക്കൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഫുള്ള് അങ്ങ് കൊഴിഞ്ഞുണ്ടാവും. എല്ലിന്ന് വിട്ടുപോയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും കഴിക്കാറാൻ പൊട്ടിക്കാം. ഒരു കുറച്ചു നേരം കൂടി ഉണ്ടല്ലോ. ഒന്നുകൂടി വേവിക്കേണ്ടി വരും. മസാല പിടിച്ചിട്ടുണ്ടാവുക. മറ്റേ ചോറ് നടക്കണം. ഹോട്ട് പാക്ക് എടുത്ത പോരനല്ലേ പാത്രം അടിയില് കേറിയത്. പിടിച്ചോട്ടെ, കുഴപ്പമില്ല. വെന്തും അത് ആവുമ്പോ അരി പ്രശ്നമാവും. ഇത് ഇതിക്കിടാൻ പറഞ്ഞ കോഴി അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് വീഡിയോ, ക്രിസ്മസ് ആഘോഷങ്ങള്, ക്രിസ്മസ് വീഡിയോ ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കൂടി.